ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊച്ചു സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. അപ്പം നമ്മളൊക്കെ കടകളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ കൂടുതലും ഈ ജെൻസിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. കൂടുതലും എനിക്ക് ഈ ചാനൽ എപ്പോഴും ഇടാൻ ഇഷ്ടം ഈ ചൈനീസ് കോളർ ടൈപ്പിലെ ഷർട്ടൊക്കെ ഇടുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ എപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള ഡ്രസ്സസ് ഒന്നും ഈ ചൈനീസ് കോളർ അവൈലബിൾ ആയിരിക്കുകയില്ല. അപ്പോൾ അതെനിക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം വരും. ഞാൻ പല കടകളിലും പോയിട്ട് ഇങ്ങനെ തപ്പിയിട്ട് ഒത്തിരി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു ഷോപ്പിൽ ചെന്ന് ഇതുപോലെ ചൈനീസ് കോളറില്ലേ, ഇന്ന കളറിലില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ നോർമൽ നമ്മുടെ ഷർട്ടുകളിൽ നോർമൽ ഷർട്ട്സ് ഉണ്ടല്ലോ, അതിന് നമുക്ക് ചൈനീസ് കോളർ ആക്കാൻ പറ്റും, അത് എളുപ്പമാണ് അങ്ങനെ ആക്കാൻ എന്നും പറഞ്ഞു. അവരവിടെ ചെയ്തു തരാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്കത് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പം അവരെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് കൊടുത്ത് കുറച്ച് ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ അവരതെനിക്ക് റെഡിയാക്കി തന്നു. അപ്പം അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് ഷർട്ട് വേണമെങ്കിലും നമുക്ക് ചൈനീസ് കോളർ ആക്കാം. ഫുൾ കോളർ ആയിട്ടുള്ള ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ചൈനീസ് കോളർ ആക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അന്നേരപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഞാൻ ഓർത്തു, ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊരു ഫുൾ കോളർ ഷർട്ട് ചൈനീസ് കോളർ ആക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഫുൾ കോളർ ഷർട്ടാണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ചൈനീസ് കോളർ ആക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മൾ ഈ കോളർ ആകുമ്പോഴത്തേനും ഇതിങ്ങനെ ബെൻഡ് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ മടക്കിയിട്ടുണ്ടല്ലോ ഇത് ഫുൾ കോളർ ആകുമ്പോഴത്തേനും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ജോയിനിങ് ഉണ്ട്. ഈ കാണുന്ന സ്റ്റിച്ച് ഫുള്ള് നമ്മൾ എന്താ വെച്ചാൽ എടുക്കണം, കംപ്ലീറ്റ് എടുക്കണം. അത് ഞാനിപ്പോൾ എങ്ങനെ എടുക്കുന്നത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ വേറെ എടുക്കുന്ന ഇതൊന്നുമില്ല. അപ്പം നമ്മൾ ഈ സ്റ്റിച്ച് ഫുൾ എടുക്കണം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ഒരു സ്റ്റിച്ചിങ് പോർഷൻ ഉണ്ട്. നമ്മൾ ഈ സ്റ്റിച്ച് ഫുൾ എടുക്കണം. അപ്പം എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് വേറെ ഒരു എക്യുപ്മെൻ്റ് ഒന്നും ഇല്ല ഈ നീഡിൽ ഈ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഈ സ്റ്റിച്ചിങ് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, വലിയ സ്റ്റിച്ചിങ് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ സാധനമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു നീഡിലാണ്. ഈ നീഡിൽ വെച്ചാണ് ഞാനിത് എടുക്കാൻ പോകുന്നത്. ഞാനിത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ നീഡിൽ വെച്ച് ഇങ്ങനെ ത്രെഡ് എടുത്ത് കളയുവാണ്. ഇപ്പോൾ പുതിയ ഷർട്ടൊക്കെ ആണെങ്കിൽ, നമ്മൾ പുതിയ ഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതുപോലെ അത്രയ്ക്കും പുത്ത ഷർട്ടാണെങ്കിൽ നമുക്ക് ത്രെഡ് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതിപ്പം കുറച്ച് പഴയ ഷർട്ടാണ്, കാരണം ഇതെടുക്കാൻ ഇച്ചിരി പാടുണ്ട്. കാരണം നമ്മളത് അലക്കുകയും തേക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അത് ഇച്ചിരി കൂടെ ഒരു ടൈറ്റ്നെസ് വന്നിട്ടുണ്ട് ആ ത്രെഡിന്. പുതിയതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ എടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിന് ഉള്ളിൽ നിന്നും കൂടെ ഒരു സ്റ്റിച്ച് ഉണ്ട്. സാധാരണ നമ്മുടെ ഇപ്പം വാങ്ങിക്കുന്നതിനാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റിച്ചിങ് അല്ല. അപ്പം ഞാൻ ഓർത്തുന്ന ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം അതിൻ്റെ നമ്മളൊരു സെക്ഷൻ ആ ത്രെഡ് പുറത്തൂടെ ഉള്ളത് എടുത്തത് കാരണം നമുക്ക് ഇങ്ങനെ പയ്യെ ഒരു ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ സ്റ്റിച്ചസ് പെട്ടെന്ന് റിമൂവ് ചെയ്യാം. പക്ഷെ നമ്മളത് കൊടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോരോ സ്റ്റിച്ച് വീതം നമ്മൾ റിമൂവ് ചെയ്യുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അത് റിമൂവ് ആക്കാമല്ലോ എന്നോർത്ത് പെട്ടെന്ന് നമ്മൾ പൊട്ടിക്കുകയോ വലിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പം ഷർട്ട് ഫുള്ളായിട്ട് കീറിപ്പോവും. അപ്പം നമ്മൾ അതുപോലെ പിടിച്ച് പയ്യെ ടൈം എടുത്ത് വേണം നമ്മൾ അതിനെ ആ സ്റ്റിച്ചിങ് മുഴുവനും നമ്മൾ റിമൂവ് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഞാനിതിവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇപ്പം നമ്മുടെ ആ കോളറിൻ്റെ ഇത് ചെറുതായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ രണ്ട് സൈഡും ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡിലത്തെ ബട്ടൺസ് എടുത്താലാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം ഞാനിവിടെ
ചൈനീസ് കോളറുള്ള ഒരു ഷർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഷർട്ട് നോക്കൂ, ഒരു ഇഞ്ച് കറക്റ്റ് തികച്ച് അതിന് ആ കോളറിന് നീളം വരുന്നില്ല. അപ്പം നമ്മൾ ആ അളവെടുക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റ് എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തയ്ച്ച് കഴിഞ്ഞതാണ്, നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ സൈഡിൽ ഇതിൻ്റെ ആ ബട്ടൺ ഹോളിൻ്റെ അവിടെ ഒരു ശകലവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുത്തെ സ്റ്റിച്ച് ഞാൻ പൊട്ടിച്ച് വിട്ടാണ്. അപ്പം നമുക്കൊരു ചെറിയൊരിത് മതി. നമുക്കതെങ്ങനെ മടക്കി അടിക്കണമെന്നപ്പോൾ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ഇത്രേ ചെയ്യാനുള്ളൂ. നമ്മൾ 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം അതടിക്കാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ കോളറിൻ്റെ മുകളിലത്തെ ഒരു ടോപ്പ് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തായിരുന്നല്ലോ, കട്ട് ചെയ്ത് ഫുൾ കോളറായിരുന്നപ്പോഴത്തെ. അപ്പോൾ അതിൻ്റെ ആ സ്റ്റിച്ച് പോയിരുന്ന ആ ഭാഗം, ആ സ്റ്റിച്ച് വരുന്ന ആ ഭാഗം അത്രയും ഒരു ചെറിയൊരു വീതിയുള്ള അളവെടുക്കാൻ അറിയാത്തവരാണെങ്കിൽ അത്രയും മാത്രമായിട്ട് ഉള്ളിലേക്ക് മടക്കിയാൽ മതി. അത് 2 സൈഡും ഉള്ളിലേക്ക് ഒരുപോലെ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് ചെറുതായിട്ട് പിടിച്ചു കൊടുത്ത് വേണം നമ്മൾ അടിക്കാൻ. ശ്രദ്ധിച്ച് പയ്യെ ഒത്തിരി സ്പീഡിൽ അടിക്കാൻ ശ്രമിക്കരുത്. പയ്യെ പിടിച്ചു കൊടുത്ത് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ലതുപോലെ വേഗം അത് അടിച്ചെടുക്കാൻ പറ്റും. നോക്കിയേ, ഞാൻ എത്ര പെട്ടെന്നാണ് ഒരു ചൈനീസ് കോളർ തയ്ച്ചതെന്ന്. ഏറ്റവും കുറഞ്ഞതൊരു 10 മിനിറ്റ്സിനുള്ളിൽ നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരേക്കും ബൈ.